ഓഫീസ് എം ജി റോഡിലേക്ക് മാറ്റിയപ്പോൾ തന്നെ അതിന് ചുറ്റുമുള്ള നല്ല ഫുഡ് സ്പോട്ട്സ് എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുൻപേ എടുത്തത് കൂട്ടത്തിലെ പ്ലാനിങ് എഞ്ചിനീയർ ദൃശ്യമാണ്. അവൾ കണ്ടുപിടിച്ച ആദ്യത്തെ റെസ്റ്റോറൻ്റാണ് ഹരീമ. അതൊരു ഒത്തൻറ്റിക് ജാപ്പനീസ് റെസ്റ്റോറൻ്റാണ്. അത് ലൊക്കേറ്റ് ചെയ്യുന്ന റെസിഡൻസി റോഡിൽ ബിഷപ്പ് കോട്ടൺ ബോയ്സ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ദേവത പ്ലാസയിലാണ്. പുറത്ത് കണ്ട ഉള്ളിൽ വലിയ സെറ്റപ്പ് ഒന്നും തോന്നില്ലെങ്കിലും ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് അതൊരു അടിപൊളി റെസ്റ്റോറൻറ്റ്. അവിടെ ഓത്തൻറ്റിക് ജാപ്പനീസ് ഫുഡ്സാണ് സെർവ് ചെയ്യുന്നത്. സോ കയറിയപ്പോൾ തന്നെ കുറേ ഡിഷസിൻ്റെ പേരുണ്ട്. നമുക്കതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ കയറി നോക്കി. ഉള്ളിൽ കയറി നോക്കുമ്പോഴത്തേക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ്. സോ അതിൻ്റെ അകത്ത് കുറേ രീതിയിൽ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. നമ്മൾ ഈ പരമ്പരാഗത രീതിയിലുള്ള സീറ്റിംഗ് ആണ് ചൂസ് ചെയ്തത്. അതിന് ഷൂസ് ഊരി അകത്ത് കയറണം. ദൃശ്യ കാര്യമായിട്ട് മെനു സെർച്ച് ചെയ്യുക. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോസ് എടുത്ത് അവിടെ ഇരുന്നു. നമ്മൾ ആദ്യം ചൂസ് ചെയ്ത സാധനം എന്ന് പറയുന്നത് സാൽമൺ സൂഷിയാണ്. അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും കാണിക്കുന്ന പോലത്തെ എക്സ്പ്രഷൻ ഇടൊന്നും വെച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. പക്ഷേ ദൃശ്യക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ എക്സ്പ്രഷനാണ് ഇപ്പോൾ കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഡംപ്ലിങ്ങാണ്. അതിൻ്റെ പേരാണ് ഗ്യോൻസ. അതും വെരി വെരി ടേസ്റ്റി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചോപ്സ്റ്റിക്ക് വെച്ച് പട്ടിഷ കാണിച്ചാണ് ഇതിൽ കാണുന്നത്. ഫസ്റ്റ് ട്രൈ തന്നെ ചമ്മിപ്പോയി. പക്ഷെ ആ സാധനം നല്ല രസമുണ്ടായിരുന്നു. ഗ്യോൻസ. നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് കിംചി ഫ്രൈഡ് റൈസാണ്. അതും വെരി വെരി ടേസ്റ്റി ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് തൊരിനോ തെരിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത സിഗ്നേച്ചർ ഡിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോറയാക്കി സാധനം ട്രൈ ചെയ്തു. കൂട്ടത്തിൽ ഫ്ലോപ്പായത് അത് മാത്രമായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടേസ്റ്റി ഫുഡാണ്. പൈസ കണ്ടാൽ നമ്മൾ കിളി പോകും. ബൈ ബൈ.